ഞാൻ ഇന്ന് കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 17ാമത്തെ മെസ്സേജിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വായിക്കുന്നത്. ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടും. അധികാരത്തെ നിന്ദിക്കൽ, ഭരണകൂടങ്ങളുടെ പതനം, ഉയർന്ന തലങ്ങളിലുള്ള ആശയക്കുഴപ്പം, ആഭ്യന്തര യുദ്ധങ്ങൾ, വിപ്ലവങ്ങൾ എന്നിവ സംഭവിക്കും. പിന്നെ വെള്ളപ്പൊക്കങ്ങൾ, കൊടുങ്കാറ്റുകൾ, ഭൂകമ്പങ്ങൾ, ശക്തമായ തിരമാലകൾ, ക്ഷാമം, പകർച്ചവ്യാധികൾ, അജ്ഞാത രോഗങ്ങൾ എന്നിവയും വരാനിരിക്കുന്നു. അക്കാലത്തെ ഭൂമി നോഹയുടെ കാലത്തേതുപോലെയും സോദോം ഗൊമോറയുടെ കാലത്തെപ്പോലെയും ആയിരിക്കും. തങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമാക്കുകയും സത്യത്തിനു നേരെ തങ്ങളുടെ ചെവികൾ അടച്ചുവെക്കുകയും ചെയ്തതിനാൽ പാപികൾ അഗാധ ഗർത്തത്തിലേക്ക് നിപതിക്കും. അവർ എല്ലാവിധത്തിലുമുള്ള ജഡത്തിൻ്റെ സന്തോഷങ്ങൾക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു. ലോകമെങ്ങും എല്ലാ രാജ്യങ്ങളിലും പാപം ഒരു ജീവിതരീതി തന്നെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ നീതിയുടെ എല്ലാ പ്രതാപത്തോടും കൂടി ഉടൻ തന്നെ എഴുന്നേൽക്കും. ഞാൻ ഭൂമിയെയും പാപാവസ്ഥയിലുള്ള ആത്മാവിനെയും പ്രഹരിക്കും. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കളെ, ഈ ഭീകരതയുടെ പ്രളയത്തിനിടയിൽ നിങ്ങൾ എൻ്റെ കുരിശ്, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, വഹിച്ചുകൊണ്ടിരിക്കും. സ്നേഹത്താലും കരുണയാലും രക്ഷിക്കപ്പെടേണ്ടതിനായി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു. എൻ്റെ കുഞ്ഞെ, ഈ ത്രിദിന അന്ധകാരം പുറപ്പാട് പുസ്തകത്തിലെ 7 മഹാമാരികളുമായും യോഹന്നാൻ്റെ വെളിപാട് പുസ്തകത്തിലെ ദർശനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെളിപാട് പുസ്തകത്തിലെ 5ഉം 6ഉം മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വാഭാവികമായ അന്ധകാരമാകുന്ന മഹാമാരി ത്രിദിന അന്ധകാരത്തിൻ്റെ അടയാളമായി കാണപ്പെടുന്നു.